കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് അങ്ങനെ ഇടാനായിട്ട് പറ്റിയില്ല. ധാരാളം പേര് എന്നോട് ചോദിച്ചിരുന്നു എന്ത് പറ്റി ചാനലിൽ അത്ര ആക്റ്റീവ് അല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും കാരണം അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ പറ്റാവുന്ന രീതിയിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഇനിയും നിങ്ങളുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പലരും വീഡിയോസോ ഷോർട്സോ ഒക്കെ ഇടുമ്പോഴേക്കും ഒരു 50 സെക്കൻഡ് നേരമെങ്കിലും ആ വീഡിയോസ് വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞാലും ഉറപ്പായിട്ടും കണ്ടൻറ്റ് വൈറലാകും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ 4000 വാച്ചവറും അതുപോലെ തന്നെ 1000 സബും ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള എല്ലാ യൂട്യൂബേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരൊറ്റ ലക്ഷ്യമാണ് യൂട്യൂബിലേക്ക് വരുന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും ഉള്ളത്. അപ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഓർഗാനിക് വ്യൂസും സബും ഒക്കെ കിട്ടാതെ വരുമ്പോൾ മറ്റു പല മാർഗങ്ങളിലൂടെയും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്താലും പിന്നെയും മുമ്പോട്ട് പോകുമ്പോഴേക്കും ഏർണിങ്സ് കിട്ടാനും വ്യൂസൊക്കെ വരാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുവാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ തന്നെ ധാരാളം ചാനലുകൾ ഉണ്ട്. അത് പല ചാനലുകളും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്ത് പോയിട്ടുള്ള ചാനലുകളാണ്. അത് പോയി നോക്കുമ്പോഴേക്കും ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി എങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ യൂട്യൂബിൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ 1000 സബ് വന്ന് കോമൺ ആയിട്ട് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ 4000 വാച്ച് അവർ തികയ്ക്കുക, അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പണ്ടൊക്കെ 1,00,000 സബൊക്കെ എത്തണമെങ്കിൽ വർഷക്കണക്കിനാണ് കഷ്ടപ്പെടുന്നത്. ഇന്നൊക്കെ ആണെങ്കിൽ മില്യൺ സബൊക്കെ എന്നത് ഒരു വലിയ കാര്യമില്ല എന്ന് പലർക്കും വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഭയങ്കരമായിട്ടാണ് സബും കൂടുകയും വ്യൂസൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നത്, വീഡിയോസൊക്കെ വൈറലാകുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഏതാണ്ട് ഒരു 2-3 വർഷമോ 5 വർഷമോ ഒക്കെ കൊണ്ടാണ് ഒരു ചാനൽ അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ എത്തുന്നത്. അപ്പോൾ ഇന്ന് ഷോർട്ട് ചാനൽ തന്നെ അന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മില്യൺ സബൊക്കെ കിട്ടുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ലോങ് വീഡിയോസ് വഴിയും ചാനലിൽ റീച്ചൊക്കെ കൊണ്ടുവരണമെങ്കിലും നല്ല കണ്ടൻറ്റ് വേണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം സ്ഥിരമായിട്ട് തന്നെ. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റർടൈൻ ചെയ്യാനും തമാശകളൊക്കെ ചെയ്യാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ നല്ല റീച്ചിലോട്ട് ചാനലിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ സ്കിറ്റുകളോ കോമഡി അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമൊക്കെ വെച്ചിട്ട് നല്ല റീച്ചുള്ള ധാരാളം കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ഷോർട്സ് ചാനലൊക്കെ ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ടൻറ്റ് ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ടെങ്കിലേ റീച്ച് കിട്ടുകയുള്ളൂ, യൂട്യൂബ് വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ധാരാളം ചാനലുകൾ ഇതേ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് വളരാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ബുദ്ധിമുട്ട് തോന്നുന്നവർ അതിലേക്ക് പോകണമെന്നില്ല. ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണെങ്കിലും നമ്മളുടെ വീഡിയോസ് വന്നിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് കുറേ നേരമെങ്കിലും അത് വാച്ച് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ചാനൽ ഓപ്പൺ ആക്കിയാൽ ആ ഒരു ചാനലിൽ വീഡിയോ ഓപ്പൺ ആക്കുമ്പോഴേക്കും ഒരു 40-50% വ്യൂസ് അതിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ യൂട്യൂബിനെ കുറിച്ചിട്ട് എല്ലാ അറിവും നമ്മൾ കയ്യിൽ കിട്ടിയതിന് ശേഷം ചാനൽ തുടങ്ങുന്നത് അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് ചാനലുമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് പേർക്ക് ചാനൽ മോണിറ്റൈസ് ആയ വിവരം അറിയിച്ചിരുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ തന്നെ സന്തോഷത്തോടെയും മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ എന്നും കാണാറുണ്ട്. ഈ തിരക്ക് കാരണം എനിക്ക് കമൻസ് ചില വീഡിയോസിനൊന്നും ഇടാൻ പറ്റുന്നില്ല. ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.